ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, മുന്തിരിവള്ളികൾ. ഈ മുന്തിരിവള്ളിയുടെ പ്രത്യേകത എന്താ? ഇതിന് ഇന്നൊരു റൂട്ട് എന്നൊന്നുമില്ല, എങ്ങോട്ട് വേണമെങ്കിലും പടർന്നു പോകും. അതന്നെയാണ് ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷനോ. ഒരു ഫോമൽ ചാനൽ, അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു മാനേജർ, സൂപ്പർവൈസർ, ഇങ്ങനെ ഒരു ഫോമൽ ചാനൽ അല്ലാതെ വളരെ ഇൻഫോർമൽ ചാനലിലൂടെ വരുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല നല്ല ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എംപ്ലോയി പെർസെപ്ഷൻ, അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി ഇത് മാനേജ്മെൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിന് കുറേ അധികം നെഗറ്റീവ്സ് ഉണ്ട്. അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷന് കാരണമാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ മിക്ക ഇൻഫർമേഷനും ജെനുവിൻ ആവണമെന്നില്ല. അങ്ങനെ എവിടെ ഒരു പ്രോപ്പർ സോഴ്സ് ഒന്നും ഇതിൽ നിന്ന് ഉണ്ടാവണമെന്നില്ല. എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ഇൻഫർമേഷനും വരാം. സോ ഒരു മാനേജിങ് ലെവലിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് ആർ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു മോണിറ്റർ ദിസ് ഗ്രേപ്പ് വൈൻ. ആൻഡ് അതിനെ വളരെ സപ്പോർട്ട് ചെയ്ത്, എന്താ പറയുക, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ആ മാനേജ്മെൻറ്റിന് പറ്റണം. നമ്മളൊരു എംപ്ലോയി സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കാരണം അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ല എന്ന റെസ്പോൺസിബിലിറ്റിയും നമുക്കുണ്ട്.